ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഹനോയിലാണ്. അവസാനത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ടായിരുന്നു. നമ്മളിപ്പോൾ 2 മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ടായിരുന്നു. ഫ്ലൈ ചെയ്തത് നമ്മളിപ്പോൾ ഹനോയ് എയർപോർട്ടിലെത്തി. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഹാലോങ് ബേ. ഹാലോങ് ബേയിലോട്ടൊരു 150 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഗ്രാബ് എടുത്തു. ഏകദേശം ഒരു 5000 രൂപ വന്നു കേട്ടോ നമുക്ക് ഗ്രാബ് ചാർജ്. നമ്മൾ 5 പേരാണ് ഉള്ളത് നമ്മുടെ കൂടെ. നമ്മൾ വേറെ പാക്കേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിലെത്തി. പോർട്ടിന് അടുത്ത് തന്നെയാണ് നമ്മൾ ഒരു റൂം നോക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓക്കെ. ടൈഫോൺ ചുഴലിക്കാറ്റ് 2024 വന്നതിന് ശേഷം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം നമ്മളിവിടെ വന്നേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നാശനഷ്ടങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പോൾ കുറവാണ്. ആ ചുഴലിക്കാറ്റിൽ കുറേ പേർക്ക് കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചാണ്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. നോക്കിയപ്പോൾ കറണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കണക്ഷനൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി അവിടെ വീടുകളൊക്കെ കുറേയൊക്കെ തറന്നിട്ടുണ്ട്, മരങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ടൈഫോൺ ചുഴലിക്കാറ്റ്. അപ്പോൾ നമ്മൾ നേരെ റൂം എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമ്മൾ ഓണറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ കൊടുത്ത റൂം എല്ലാം പറഞ്ഞു ഓക്കെ ആക്കി. നമുക്കൊരു 1500 രൂപയ്ക്ക് റൂം കിട്ടി. അത് 5 പേർക്കുള്ള റൂം. പിന്നെ നമ്മൾ വെളുപ്പിന് 6 മണിക്ക് അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ റൂമിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയതേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളത് ഇപ്പോൾ ഹാലോങ് ബേയിലെ പോർട്ടിലോട്ട് എത്തി. അപ്പോൾ ഈ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ഹാലോങ് ബേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ക്രൂസ് ഷിപ്പ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അത് നമ്മൾ ഷെയറിങ് ബേസിസിലായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ഒരു ബോട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 5 പേരുണ്ട്. അപ്പോൾ ഒരു ബോട്ടിന് ഏകദേശം ഒരു 8 രൂപ 8000 രൂപ ഇന്ത്യൻ മണി, ഒരു 8000 രൂപയൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി അത് ബുക്ക് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമുണ്ട് ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്നാൽ ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റേറ്റ് കൂടുതലായിരുന്നു ഓൺലൈൻ വഴിയൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറെ ചാർജസ് വേറെ ഒന്നും വരുന്നില്ല, കമ്മീഷനും വേറെ ഒന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തു. നേരെ നമ്മളപ്പോൾ ബോട്ടിലോട്ട് പോകാം. ഇതൊരു വലിയൊരു യാർഡാണ് കേട്ടോ. ഈ യാർഡിൽ നിന്നാണ് ഇവിടെ ബോട്ട് പോകുന്നത്. നമ്മുടെ ശ്രീരാജേട്ടൻ, നിതിൻ ചേട്ടൻ, ആബിദിക്ക, രാഹുലേട്ടനൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. നോക്കി ഇപ്പോൾ അത്യാവശ്യം ഇവിടെ തിരക്കില്ലാത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാലോങ് ബേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൂടാതെ നല്ല തിരക്കാണ്. ഇത് തിരക്കായതുകൊണ്ട് തന്നെ ഹാലോങ് ബേ ചൂസ് ചെയ്യാതെ കൂടുതൽ പേരും കാറ്റ് ബേ പോകും. നമുക്ക് ഇത്രയും തിരക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹാലോങ് ബേ വന്നത്. തിരക്കായിരുന്നെങ്കിൽ നമ്മൾ കാറ്റ് ബേ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ യാർഡിലോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ കുറേ ബോട്ടുകളൊക്കെ അവിടെ കാണാം. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടില്ല. ഈ ബോട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കാലത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇതുകൂടാതെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും, നമ്മളെ ഗൈഡ് ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ ചായ, ഇതെല്ലാമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്കിതിനകത്ത് സൈറ്റ് സീയിങ് എന്ന് പറയുമ്പോൾ ഒരു കേവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈകുന്നേരം ഒരു ബീച്ച്, ഒരു ടെമ്പിൾ വരുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ഉണ്ട്. ഇതാണ് ഈ ഹാലോങ് ബേയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നു. നമുക്കപ്പോൾ ബോട്ടിലോട്ട് കയറാം. ഏകദേശം എല്ലാം ഒരേ ബോട്ടൊക്കെ കൂട്ടാണ്ട് ഇരിക്കണേ. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ഇവരാണ് ആ ബോട്ടിൻ്റെ ഡ്രൈവേഴ്സും അതുപോലത്തെ സ്റ്റാഫുകളൊക്കെ. നമുക്ക് ബോട്ടിലോട്ട് കയറാം. അപ്പോൾ അണ്ണനും രാഹുലേട്ടനും കയറി, ആബിദൊക്കെ കയറി. അപ്പോൾ നമുക്ക് ബോട്ടിലോട്ട് കയറാം കേട്ടോ. നമ്മളപ്പോൾ ബോട്ടിൽ കയറിയിട്ടോ. ബോട്ട് നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ആലപ്പുഴയിലൊരു ഹൗസ് ബോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു ബോട്ടും തോന്നുന്നത്. നല്ല പ്രൈവസി ഉണ്ട്. നമ്മൾ 5 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് വേറെ ഷെയറിങ് ആയിട്ട് വേറെ ആരും ഇല്ല ഇതിനകത്ത്. നമ്മളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാലോങ് ബേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അത്രയും മനോഹരമാണ്. അത് നമുക്ക് വൈകിയെ പോണ വഴിക്കൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് നമ്മളെങ്ങനെ ഇവിടെ വന്നേ, പാക്കേജൊക്കെ എടുത്തിട്ടാണോ എന്നൊക്കെ. നമ്മൾ സത്യം പറഞ്ഞ ഒരു പാക്കേജും എടുത്തിട്ടില്ല. നമ്മൾ 5 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനാണ്. ആകെ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിൽ തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. റൂം കാര്യങ്ങളൊന്നും തന്നെ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. പാക്കേജൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. ഒരു ട്രാവൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചീപ്പാണ്. നമുക്ക് ഇപ്പോൾ ഒരു 50,000 രൂപ പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിൽ വിസ എങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയർലൈൻ ടിക്കറ്റൊക്കെ എങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയിട്ട് കാണാൻ താല്പര്യമുള്ളവർ. പിന്നെ ഇവിടുത്തെ കറൻസിയുടെ കേസാണെന്നുണ്ടെങ്കിൽ കറൻസി VND ആണ് വരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് USD ആക്കിയിട്ട് വന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് മാറുകയാണ് ചെയ്തത്. നാട്ടിൽ നിന്ന് നമ്മൾ USD ആക്കി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ USDക്ക് ഇവിടെ കൂടുതൽ റേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുക. നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിയറ്റ്നാം കറൻസി ആക്കിയിട്ട് വരണ്ട. നമുക്കത് നഷ്ടമായിരിക്കും. USD ആയി കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ലാഭം.
പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പാക്കേജ് എടുത്തിട്ട് ട്രാവൽ ചെയ്യരുത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക, അതാണ് കൂടുതൽ ലാഭം കേട്ടോ. നമുക്ക് ഇപ്പോൾ 50,000 രൂപ പറഞ്ഞു കൊടുത്ത് നമുക്ക് 10-25,000 രൂപ ഫുള്ള് ട്രാവൽ ചെയ്ത് വരാൻ പറ്റും ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു ബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടിനകത്ത് അവർ കുറച്ച് ഫ്രൂട്ട്സ്, ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആപ്പിളും പൈനാപ്പിളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളോട് താഴത്തോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിയിൽ ചെന്നപ്പോഴേക്കും തന്നെ അവർ നമ്മുടെ ബോട്ടിലോട്ട് അവർ കയറക്കിട്ട് കെട്ടി. അവരെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ തന്ന ഫ്രൂട്ട്സൊക്കെ. അതൊക്കെ നമ്മൾ കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയോ ഫ്രണ്ട്സ്. ആ നേരെ കാണുന്നത് നിങ്ങൾക്ക് തോന്നും വലിയ വലിയ പാറക്കെട്ടുകളാണ്. സത്യം പറഞ്ഞാൽ അത് പാറക്കെട്ടുകളല്ല, ലൈം സ്റ്റോൺസ് ആണ്. ഈ ഹാലോങ് ബേ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഇപ്പോൾ കാണുന്നത് പോലെയുള്ള പല പല ലൈം സ്റ്റോൺസുകൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഹാലോങ് ബേ. ഈ ഹാലോങ് ബേയുടെ അടുത്ത് തന്നെയാണ് കാറ്റ് ബേ. ഈ സമയത്ത് സീസണല്ല, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ടാണ് റഷ് കുറവ്. റഷ് കൂടുതലുള്ള സമയത്ത് ആൾക്കാർ ചൂസ് ചെയ്യുന്ന വേറെ സ്ഥലമാണ് ഹാലോങ് ബേന് പകരം ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് കാറ്റ് ബേ. അപ്പോൾ ഈ പറയുന്ന കുറേ ലൈം സ്റ്റോണുകളുള്ള വളരെ മനോഹരമായുള്ളൊരു പ്രദേശമാണ് സത്യം പറഞ്ഞാൽ ഈ ഹാലോങ് ബേ. നമ്മളപ്പോൾ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള കേവില്ലേ അവിടെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ. ആ ഒരു നടുക്കൊരു വിടവ് കണ്ടോ, ഒരു കേവ് പോലെ കണ്ടോ ആ ലൈം സ്റ്റോണിൻ്റെ ഇടയിൽ. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആ കേവ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയം നമുക്ക് തന്നിട്ടുണ്ട് അത് പോയി കാണാനായിട്ട്. നമ്മുടെ കൂടെ ഗൈഡ് വരുന്നില്ല. ബോട്ടപ്പോൾ യാർഡിൽ നിർത്തി. അപ്പോൾ ഈ ബോട്ട് ഇട്ടേക്കുന്ന സെയിം സ്ഥലത്തോട്ട് നിങ്ങൾ വന്നാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം കണ്ടിട്ട് വരണം. കാരണം നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. നോക്കി ചെറിയ ഇടുങ്ങിയൊരു വഴിയാണ് ഈ കേവിലോട്ട് പോകുന്നോറും. പറഞ്ഞ പോലെ ചെറിയ കേവല്ല, പറഞ്ഞൊരു വലിയൊരു കേവാണ് നമുക്കിവിടെ ഇതിൻ്റെ അകത്തോട് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റിയത്. ഇത് ഫുള്ള് ലൈം സ്റ്റോൺസ് ആണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് എന്താ പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു അത്ഭുതമാണ് ഈ പറയുന്ന ഈ ഒരു കേവും ഈ ഹാലോങ് ബേ എല്ലാം. എന്തായാലും സംഭവം കാണാൻ കൊള്ളാം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഒരു കാഴ്ച കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുപോലൊരു സംഭവം, ഇതുപോലത്തെ ലൈം സ്റ്റോൺസ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും ഇത്രയും വലിയൊരു കേവാണ്. ഞാൻ ആദ്യം വിചാരിച്ച കേവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടുങ്ങിയതായിരിക്കും എന്ന്. എന്തായാലും സംഭവം കൊള്ളാം. വലിയൊരു കേവ്, അധികം സൂര്യപ്രകാശമൊന്നും അകത്തോട്ട് വരുന്നില്ല ഉള്ളേരിയയിലോട്ടൊക്കെ. അതിനുവേണ്ടി സെപ്പറേറ്റ് ലൈറ്റ് കാര്യങ്ങളെല്ലാം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേവ് പയ്യെ നടന്ന് കാണാം. നമ്മളപ്പോൾ ആ കേവൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി ബോട്ടിലോട്ടാണ് പോണേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ സമയം എടുത്താൽ അത് കണ്ട് തീർത്തേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കേവ് കാണാൻ. നമ്മുടെ ബോട്ടിലോട്ട് എത്തി. നമുക്ക് ഫുഡ് എടുക്കണമെന്ന് അവർ ചോദിച്ചു. ഇപ്പോൾ ഫുഡ് എടുക്കാനുള്ള ടൈമായി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, ഫുഡ് എടുക്കണ്ട, അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ആ ഡെസ്റ്റിനേഷനിൽ പോയി അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കയാക്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ആ ഒരു ലൈം സ്റ്റോൺ കണ്ടു. ആ ലൈം സ്റ്റോണിൻ്റെ അകത്തോടൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ കയാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പോകും. അതാണ് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പാർട്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. 5 പേർക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് ചൂസ് ചെയ്യാം, കയാക്ക് വേണോ, ചെറിയൊരു ബോട്ട് ഉണ്ട് അത് വേണോ, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മളെന്തായാലും കയാക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കയാക്കിങ്ങിനുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു. നേരെ പോകുന്നത് കയാക്കിലോട്ടാണ്. കയാക്ക് എടുത്തിട്ട് നമുക്ക് പയ്യെ കയാക്ക് ചെയ്ത് പോകാമെന്നുള്ള എനിക്ക് കയാക്കായി ഭയങ്കര ഇഷ്ടമുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കയാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറം രാജ്യത്തൊന്നും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് കയാക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഒരു ത്രില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ നോക്കിയാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയാക്ക് ചെയ്ത് പോകുന്നത്. ഞാൻ പറഞ്ഞ ബോട്ട് ഇതാണ്. ബോട്ടിനകത്ത് നമുക്ക് പോകാം. പക്ഷേ ബോട്ടിനകത്ത് പോകുമ്പോൾ നമുക്ക് അത്ര ഒരു ത്രില്ല് ഉണ്ടാവില്ല. എന്തായാലും കയാക്ക് തന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കയാക്ക് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല, അങ്ങനെ പേടിയുള്ളവർ ബോട്ട് എടുക്കുക. അപ്പോൾ അതെ, നമ്മുടെ കയാക്കൊക്കെ എടുത്ത് നമ്മൾ വൈകിയെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിക്ക് നമുക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അണ്ണനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കൂടെ നിതിൻ ചേട്ടനുണ്ട്. ഞാനും നിതിൻ ചേട്ടനാണ് കയാക്ക് എടുത്തതാണ്. അതുപോലെ തന്നെ രാവിലെ ചേട്ടനും
ആബിദിക്കൻ വേറൊരു കയാക്കിൽ നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പയ്യെ കയാക്കിൽ തുഴഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ, നല്ല സന്തോഷമുണ്ട്, അതുപോലെ തന്നെ നല്ല അഡ്രിനൽ റഷും ഉണ്ട്. പിന്നെ ഇത് വേറെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കയാക്ക് ചെയ്യാൻ വേണം, അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണം. അത് ഇത്തിരി പണിയാണ്. എങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാവേ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ഒരു വ്യൂ ആണ് അതിൻ്റെ അകത്തോടെ കയറി ചെല്ലുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ലൈം സ്റ്റോൺ ആണെന്നതേ നോക്കിയാണ്ട. ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ, കുറേ ദൂരം നോക്കുമ്പോൾ പാറക്കഷ്ണങ്ങൾ പോലെ തോന്നും. അല്ല, അതേ ലൈം സ്റ്റോൺ ആണ്. അവിടെ നിന്ന് കുറേ വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ തുഴഞ്ഞ് അപ്പുറത്തോട്ട് ചെറിയൊരു വ്യൂ ഒക്കെ അവിടെ നിന്ന് കാണാവേ. ഇത് ഫുള്ള് ചുറ്റപ്പെട്ട് നിൽക്കുകയുണ്ടോ. നമുക്ക് ഈ ആകെ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പോയി വരാനായിട്ട്, കയാക്ക് ചെയ്ത് പോയി വരാനായിട്ടുള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വേറെ വലിയ ബോട്ടുകൾ കാര്യം വരില്ല. ഇതിൻ്റെ ചുറ്റുപാട് നോക്കി ഫുള്ള് ലൈം സ്റ്റോൺ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ കിടന്നത് അണ്ണാനൊക്കെ നേട്ടം നല്ലോണം തുഴഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. വേറെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്, വേറെ മലയാളികളോ ഇന്ത്യക്കാരൊന്നും ഞാനിവിടെ കണ്ടില്ല. എന്തായാലും സംഭവം കൊള്ളാം, ഒരു അടിപൊളി തന്നെ എക്സ്പീരിയൻസ്, വെറൈറ്റി. നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു കയാക്കിങ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു വ്യൂ ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ്. എന്തായാലും നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു ഈ കയാക്കിങ്ങിൽ, എന്തുകൊണ്ടും സെറ്റായിരുന്നു. അപ്പോൾ നമുക്കിനി തുഴഞ്ഞങ്ങ് പോവാം. ഇനി നല്ല വിശപ്പുണ്ട്, ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബോട്ടിൽ ചെന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. എൻ്റെ മോനെ, നമ്മളപ്പോൾ പയ്യെ തുഴഞ്ഞു പോകുന്ന വഴിക്ക് കുറച്ച് ഫോറിനേഴ്സ് കണ്ടിട്ട്, അപ്പോൾ നമ്മൾ അവരെയൊക്കെ കുറച്ച് നോക്കി അവരോട് കുറച്ച് നേരം വർത്താനം പറയാം, അവിടെ നിന്നൊക്കെ വന്നതൊക്കെ ചോദിക്കാൻ പോയതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോനെ അവിടെ ബോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നേ നമ്മുടെ ബോട്ടിലിടിച്ച്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ജപ്പാനിൽ നിന്ന് വന്നവരാണെന്നൊക്കെ പറഞ്ഞത് അവർ പോയി. എന്തായാലും നമുക്കൊന്നും പറ്റിയില്ല, നമ്മൾ വെള്ളത്തിലൊന്നും പോയില്ല ഗൈസ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങളവിടുത്തെ വ്യൂ ഒക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഹാലോങ് ബേ വരണമെന്നുണ്ടെങ്കിൽ ഈ കയാക്ക് മിസ് ചെയ്യാതെ എടുക്കണം. നിങ്ങൾ കയാക്ക് എടുക്കാനേ ഞാൻ പറയുള്ളൂ, ബോട്ട് എടുക്കാൻ പറയില്ല. അപ്പോൾ നമ്മുടെ കയാക്കൊക്കെ ഏകദേശം അവസാനിച്ചു, നല്ല വിശപ്പുണ്ട്. നമ്മളപ്പോൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ ഒന്ന് എത്തി. അവിടെ ആബിദിക്കും രാഹുലേട്ടനൊക്കെ ഓൾറെഡി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും നമ്മുടെ കയാക്ക് അവിടെ സേഫായിട്ട് അവിടെ എത്തിച്ചിട്ട് നേരെ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ കയാക്കിൽ നിന്നൊക്കെ കയറി ഇനി നമുക്ക് നമ്മുടെ നേരെ ബോട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവസാനത്തെ സ്പോട്ടായിട്ടുള്ള ബീച്ചിലോട്ട് പോന്നു. ബീച്ചും ഇവിടെ ഒരു ടെമ്പിളുണ്ട്, ടെമ്പിൾ മുകളിലായിരുന്നു. ടെമ്പിളിലോട്ട് ഞങ്ങൾ പോയില്ല, ഞങ്ങളിവിടെ ബീച്ചിൽ പോയൊരു ബാത്തൊക്കെ എടുത്തു, നന്നായിട്ട് അവിടെ നിന്ന് ആസ്വദിച്ചു. അവിടെ കുറേ പേര് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവരുടെ കുറച്ച് നേരമൊക്കെ കൂടി ഫുട്ബോളൊക്കെ കളിച്ചു. എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിരുന്നു. സമയം പോയതറിഞ്ഞില്ല, ഇന്ന് എങ്ങനെയാണ് സമയം പോയതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അത് നേരെ നമ്മൾ ഇപ്പോൾ തിരിച്ച് നമ്മളെവിടെയാണോ കയറിയത് അവിടെ തന്നെ തിരിച്ച് വന്നു. അപ്പോൾ സത്യം പറഞ്ഞ് നമ്മൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ പോയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളപ്പോൾ ഈ ആടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി, നമ്മുടെ ആ ഹോട്ടൽ ഒക്കെ കാണുന്നത് ആ നേരെ ബിൽഡിംഗ് കാണുന്നില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹോട്ടലുകളെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിൽ ആ ട്രിപ്പ് കഴിഞ്ഞ് റൂമിൽ പോയി കുറേ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം രാത്രി ഇപ്പോൾ പുറത്തിറങ്ങിക്കാൻ കേട്ടോ. എന്തായാലും ഹാലോങ് ബേ അടിപൊളിയായിരുന്നു. നിങ്ങൾ വിയറ്റ്നാം വരുമ്പോൾ മസ്റ്റായിട്ട് ഹാലോങ് ബേ വരാം, സെറ്റ് സ്ഥലമാണേ. പിന്നെ നമുക്ക് രാത്രി ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയതാണ്. അവിടുത്തെ കുറച്ച് സ്ട്രീറ്റൊക്കെ കാണാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടൈഫോൺ ചുഴലിക്കാറ്റ് വന്നുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവാണ്, ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്. റോഡിലൊക്കെ ആണെങ്കിൽ ആൾക്കാരില്ല. അവിടെ കുറച്ച് ലൈറ്റ് കാണുന്നുണ്ട്, അവിടെ കടയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് നാളെ നമ്മൾ പോകുന്നത് നിൻബിൻ ടാംകോക്കാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്